ശംഖുപുഷ്പമേ മഴ കാരണം പൂവെല്ലാം പൊഴിഞ്ഞു പോയേ. ഈ ശംഖുപുഷ്പത്തിനുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതും കൊണ്ട് ഈ പൂവും കൊണ്ട് ചായ തിളപ്പിക്കും. പക്ഷേ ചായ തിളപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൂ ഒരു 3 5 ഒക്കെ ഇട്ടിട്ട് ഈ പൂ ഇട്ടിട്ട് ചായ തിളപ്പിക്കുമല്ല കേട്ടോ. ഈ പൂ പറിച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. ഒന്ന് ഞെക്കിയിട്ട് ഒന്ന് ഞെരടിയിട്ടിടണം. അടുപ്പിൽ നിന്ന് തിളച്ച വെള്ളം 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കും, 1 ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചാൽ. എന്നിട്ട് ഒരു 5 പൂവോ 3 പൂവോ ഇടണം. പിന്നെ ആ വെള്ളം വെച്ച് പിന്നെ തിളപ്പിക്കരുത്. തിളച്ച വെള്ളം വാങ്ങിയിട്ട് വേണം ഇടാൻ പൂവ്. എന്നിട്ട് കാലത്ത് വൈകിട്ട് ഇട്ട് വെച്ചാൽ കാലത്തെ കുടിക്കാം, കാലത്ത് ഇട്ട് വെച്ചാൽ വൈകിട്ട് കുടിക്കാം. അന്നേരം ഒരു നല്ല കളറാവും. അല്ലാണ്ട് ഈ പൂ ഇട്ട് തിളപ്പിച്ച് കുടിക്കുമല്ല. പിന്നെ പൂ കണ്ടമാനം ഇടുകയും ചെയ്യരുത്. 3 പൂവോ ഇടാവുള്ളൂ, അല്ല 5 പൂവ്. അതിൽ കൂടുതലൊന്നും ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇടരുത്. ചിലർ അറിയത്തില്ലാണ്ട് തന്നെ ചെയ്യുന്ന ഈ പൂ ഇട്ടങ്ങ് തിളപ്പിക്കും. 8 10 പൂ കൈ കിട്ടിയാൽ അങ്ങനെ ഇട്ട് തിളപ്പിക്കും. അറിയത്തില്ലാത്ത നല്ലതാണെന്ന് കേൾക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം നല്ലതാണെന്ന് പറയുമ്പോഴും അതിന് കുറേ ദോഷങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഗുണം അറിഞ്ഞില്ലെങ്കിലും ദോഷം അറിയണം. ഒരുപാട് പൂവിട്ട് ചായ തിളപ്പിച്ച് കുടിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വേര് ഒക്കെ അരച്ചുണ്ടല്ലോ ത്വക്ക് രോഗത്തിനൊക്കെ, ഈ ഇങ്ങനെ മുഖത്തൊക്കെ വരുന്ന സാധനമില്ലേ, കുരുക്കൾ പാടുകൾ, അതിനെല്ലാം ഉണ്ടോ ഇത് വെള്ള. ഇതിൻ്റെ വേര് പറിച്ച് ഈ മുഖത്ത് ഈ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലത്. ത്വക്ക് രോഗത്തിനും അതെ. പിന്നെ മുഖത്ത് പാണ്ടൊക്കെ വരില്ലേ, പാണ്ട കുരുക്കളൊക്കെ, അതിനൊക്കെ അരച്ചിട്ട് നല്ലതാണ് എന്നാണ് പറയുന്നത്. നല്ലത്. എന്തായാലും ഞാൻ അരച്ചിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ചായ തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ട്, ചായ തിളച്ച വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ അതിന് എല്ലാ സാധനങ്ങൾക്കും പല ദോഷങ്ങളും കാണും. അപ്പോൾ ദോഷങ്ങളൂടെ അറിഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലാതെ ഇത് കിട്ടിയില്ലോ അതായത് ഇതങ്ങ് മൊത്തം ഉപയോഗിക്കാമെന്നുള്ള ചിന്ത അങ്ങനെ പറ്റില്ല കേട്ടോ. ഏത് സാധനത്തിനും ദോഷമുണ്ട്.